തസ്കിയ 308 സ്വഹാബീചരിതം 16 തുടർച്ച. സ്വഹാബത്ത് കിറാമിൻ്റെ അചഞ്ചലമായ വിശ്വാസവും ആത്മസമർപ്പണവും, പ്രവാചകരോടുള്ള അതിരറ്റ സ്നേഹവും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിൽ നാം കാണുന്നത്. മക്കയിലെ ഏറ്റവും വലിയ സുഖാസ്വാദനത്തോടെ ജീവിച്ച ആ പ്രമുഖനായ സഹാബി വര്യൻ ഇസ്ലാം സ്വീകരിക്കലോടുകൂടെ അതൊക്കെ തടയപ്പെടുകയും സർപ്പത്തിൻ്റെ ബോഡിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് തൊലി ഉരിയുന്നത് പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരെ എത്തുകയും കഷ്ണം വച്ച വസ്ത്രം ധരിക്കുകയും ചെയ്ത അവസ്ഥകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചു. മദീനയിലേക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന ദൗത്യവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച് ഹിജ്റക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും മദീന സൃഷ്ടിച്ച സ്വഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്നും നാം മനസ്സിലാക്കി. മഹാനവറുകൾ തൻ്റെ വശ്യമായ ശൈലിയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും മദീനയിലെ ഗോത്രപ്രമുഖരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതുവഴി മദീനയിൽ മുഴുവനും ഇസ്ലാം പ്രചരിക്കപ്പെടുകയും ചെയ്തു. ഹിജ്റയുടെ 3-ാമത്തെ വർഷം നടന്ന ഉഹദ് യുദ്ധം, ആ യുദ്ധത്തിലെ രക്തസാക്ഷിയാണ് മഹാനവറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പതാക അദ്ദേഹത്തെയാണ് യുദ്ധത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പതാക വഹിച്ചുകൊണ്ട് ധീരമായി അദ്ദേഹം പൊരുതി. പതാക വഹിച്ച തൻ്റെ വലത് കൈ വെട്ടിമാറ്റപ്പെട്ടപ്പോൾ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറാതെ പതാക ഇടത് കൈയിലേന്തുകയായിരുന്നു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് കരുതിയാണ് ശത്രു വെട്ടിയത്. ഞാൻ മുഹമ്മദിൻ്റെ കരങ്ങൾ ഛേദിച്ചിട്ടുണ്ട് എന്ന അവൻ്റെ ആക്രോശത്തിന് മറുപടിയായിരുന്നു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ആ ആയത്ത് അന്ന് അവതരിച്ചിട്ടില്ല. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാവിലൂടെ വന്ന ആ വാക്ക് പിൽക്കാലത്ത് ആയത്ത് ആയിട്ട് അവതരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇടത് കൈയും വെട്ടിമാറ്റപ്പെട്ടപ്പോൾ ആ സമയത്തും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ 2 തോൾ കൈകൾ വെട്ടിമാറ്റപ്പെട്ട കൈയിൻ്റെ ബാക്കിയുള്ള ഭാഗം കൊണ്ട് പതാക തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ പിന്നിൽ പോരാടുന്ന സ്വഹാബത്ത് കിറാമിൻ്റെ ആത്മവീര്യം ഒരിക്കലും തകർന്നു പോകരുത് എന്ന് ലക്ഷ്യമാക്കിയിട്ട് ഇസ്ലാമിന് വേണ്ടി പോരാടി ഇബ്നു കമിയ എന്ന് പറയുന്ന ദുഷ്ടൻ്റെ വെട്ടേറ്റ് രക്തസാക്ഷിയായ മഹാനവറുകൾ കമിഴ്ന്നു കിടക്കുന്നതാണ് യുദ്ധാവസാനം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. മഹാന്മാരായ ഉഹദിലെ ശുഹദാക്കളെ മറവ് ചെയ്യാൻ വേണ്ടി യുദ്ധം കഴിഞ്ഞപ്പോൾ മഹാനായ നബി തങ്ങൾ കൽപ്പിക്കുകയാണ്. എല്ലാവരെയും അവർ ധരിച്ച വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഫൻ ചെയ്യാൻ വേണ്ടി താൻ ധരിച്ച വസ്ത്രം ഉപയോഗിച്ചപ്പോൾ അത് തികയാതെ വന്നു. തല മൂടുമ്പോൾ കാല് പുറത്താകുന്നു, കാല് മൂടുമ്പോൾ തല പുറത്താകുന്നു. നാം മനസ്സിലാക്കേണ്ടത് എത്ര സുഖത്തിലായിരുന്നു ആ മഹാൻ സഹാബി ജീവിച്ചിരുന്നത്, എന്തെല്ലാം ആർഭാടമായിരുന്നു ഉണ്ടായിരുന്നത്, എത്ര സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിത്വമാണ്. പക്ഷേ ഇപ്പോൾ മരിക്കുമ്പോൾ കഫൻ ചെയ്യാൻ പോലും വസ്ത്രമില്ലാതെ
തല മറച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തല പുറത്താകുന്ന അവസ്ഥ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തല മറച്ചിട്ട് കാല് പുല്ലുകൊണ്ട് മൂടി കഫൻ ചെയ്തോളൂ, അങ്ങനെ മറവ് ചെയ്തോളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ മധുരം, വിശ്വാസത്തിൻ്റെ പ്രഭ. ഹൃദയത്തെ ഉണ്ടാകുന്ന അവസ്ഥ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ അതിരിട്ട് സ്നേഹിക്കുന്നവരാണ്, തിരുനബിയെ സ്നേഹിക്കുന്നവരാണെന്നൊക്കെ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ വലിയ വലിയ ഉദാഹരണങ്ങളാണ് ഓരോ സഹാബിയും. അതിൽ മുമ്പന്തിയിൽ കാണാം മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ.